ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആട്ടോ. നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് നന്നായിട്ട് മൊരിഞ്ഞിരിക്കും, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഈ ക്രിസ്മസിന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാംസ കഷ്ണങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു 450-500 ഗ്രാമോളം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്തൊന്ന് തിരുമ്മി വയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ചിക്കൻ മസാലയാണ്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഒരു 3/4 സ്പൂണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഞാൻ ചേർക്കുന്നത് അപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ. നല്ല വറുത്ത അപ്പത്തിൻ്റെ പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അതിൻ്റെ നീരും ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പത്തിന് പൊടിക്ക് പകരം വേണമെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെള്ളവും വേണ്ട, വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. അല്ലാതെ തന്നെ നല്ലപോലെ ഈ പൊടികളെല്ലാം ചിക്കനിലേക്ക് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ചിക്കനിലേക്ക് എല്ലാം മസാല ഇറങ്ങും. അപ്പോൾ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിരിക്കുമ്പോൾ വേണം കേട്ടോ, വെളിച്ചെണ്ണ ചൂടായിരിക്കുമ്പോൾ വേണം ചിക്കൻ ഇടാൻ. എന്നിട്ട് ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മസാലയെല്ലാം ഇളകി വെളിച്ചെണ്ണയിലേക്ക് വീഴും. നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 5-6 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാവൂ. ചിക്കനെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വേപ്പില ഇതുപോലെ ഉതിർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചിക്കൻ കോരുന്നതിന് തൊട്ട് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 2 പുറം നന്നായിട്ട് മുരിഞ്ഞ് ചിക്കൻ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി വറുത്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിക്കൻ വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത്. എല്ലാ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം ആ ചട്ടി ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ആകാത്ത ഭാഗത്തൊക്കെ നല്ലപോലെ ആയിക്കോളും. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ മാത്രം മറിച്ചിടുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണത്. അപ്പോൾ ഈ സമയത്ത് ഇതിലും നമുക്ക് കുറച്ച് വേപ്പില തൂവി കൊടുക്കാം. എന്നിട്ട് ആ വേപ്പില ഉൾപ്പെടെ നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഉള്ള ഇതാണ്. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയ്ക്ക് അത്രയും കളറില്ലാത്തതുകൊണ്ട് ഇതിലും സൂപ്പർ കളറാണ് നേരിട്ട്. അപ്പോൾ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഈ ക്രിസ്മസിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരാം. താങ്ക്